മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല, ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് അടിപൊളിയായിട്ട്. ഡൈനാമിക് ഹിറ്റ്, ഡൈനാമിക് ഹിറ്റ്, ഡൈനാമിക് ഹിറ്റ്. ലൂസിഫറാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അടിപൊളി പടം കേട്ടോ, അടിപൊളി 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 പടം. നല്ല ഫിലിമാണ്, ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. ഇത്രയും എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് അത്ര എത്തിയില്ല, എന്നാലും കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫ് വമ്പൻ ഡയറക്ഷൻ, ഗംഭീര സ്റ്റാർ കാസ്റ്റ്, ഗംഭീര പെർഫോമൻസ്. ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ നിരനിരായിരിക്കുന്ന കാണുന്നത്. പണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ഇതേപോലെ ഫ്ലക്സ് ഒക്കെ നിരന്നിരിക്കുന്ന കാണാൻ പറ്റും. ഇത് ഭയങ്കര ഒരു നെസ്റ്റ് വരുന്ന ഒരു ഫീലാണ്. ഒരു ലാലേട്ടൻ്റെ കംബാക്ക് ഒരുപാട് നാളുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. എമ്പുരാൻ ഡബിൾ ആണ്, ലൂസിഫറിന്റെ ഒരു ഇരട്ടി എഫക്റ്റ് ആണ് ഈ സിനിമയിൽ കാണുന്നത്. നല്ല സിനിമയാണ്, സൂപ്പർ അടിപൊളി ആക്ഷൻ, സൂപ്പർ അല്ലേ. ലൂസിഫറാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ആക്ഷൻസ് ഒക്കെ കൊള്ളാം, ഓക്കെ ആണ്. നമ്മൾ ആ ഹൈപ്പിന്റെ അത്രയും വന്നിട്ടില്ല. അടിപൊളി പടം കേട്ടോ, അടിപൊളി 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 പടം. സൂപ്പറാണ്, അടിപൊളി പടം. കൊള്ളാം കൊള്ളാം കൊള്ളാം, വളരെ മികച്ച അഭിപ്രായം. സൂപ്പർ പടം. നല്ല ഫിലിമാണ്, ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. സോങ്സ് എല്ലാം നല്ല സെറ്റായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫിലിമാണ്. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ട്രോങ്ങസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇതൊരു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഹൈ ക്വാളിറ്റി മേക്കിംഗ്, ഹൈ ക്വാളിറ്റി മേക്കിംഗ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. രണ്ടുപേരും മോഹൻലാൽ ഇത്രയും എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് അത്ര എത്തിയില്ല, എന്നാലും കൊള്ളായിരുന്നു, നന്നായിരുന്നു. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒന്നും പറയാതെ. അടിപൊളി അടിപൊളി, സൂപ്പർ 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 പടം, നല്ല പടം. നല്ല സിനിമ, നല്ല സിനിമ, അടിപൊളി. ഫസ്റ്റ് ഹാഫ് വമ്പൻ ഡയറക്ഷൻ, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഹാഫ് വേൾഡ് ഫിലിമിനെ വലിയ എനിക്ക് അടിപൊളി. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല, ഒരു രക്ഷയില്ല. മലയാള പടമൊന്നും പറയാനേ പറ്റത്തില്ല. കണ്ടിട്ടില്ല നമുക്ക് അടിപൊളി. എല്ലാം ശരിയാവും. അടിപൊളി പടം, അടിപൊളി. പവർ സാധനം, ഗംഭീര സ്റ്റാർ കാസ്റ്റ്, ഗംഭീര പെർഫോമൻസ്. കറക്റ്റ് ജയിലേജ് കൊടുത്തിട്ടാണ് വെൽത്തിയിലെ വില്ലൻ ആരാണ് കാണിച്ചിട്ട് സസ്പെൻസ് ക്യാരക്ടർ എല്ലാവരും പോയി കാണാം. അടിപൊളി സിനിമ, മലയാള സിനിമ ഫസ്റ്റ് പ്ലാനിൽ ജയിച്ചു. ഇത് മലയാളത്തിൽ മാത്രമല്ല മറ്റെല്ലാ ഭാഷയിലും ഇട്ടാൽ സൂപ്പർ സൂപ്പർ സൂപ്പർ. പൃഥ്വിരാജ് കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് അടിപൊളിയായിട്ട്. ഡൈനാമിക് ഹിറ്റ്, ഡൈനാമിക് ഹിറ്റ്, ഡൈനാമിക് ഹിറ്റ്. ഇതേപോലെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. മലയാളത്തിന് വലിയൊരു സംവിധായകനിലേക്ക് തിരിച്ചു. ലാലേട്ടന്റെ ഒരു ഗംഭീര പെർഫോമൻസ്. അടിപൊളി, വിട്ട സിനിമയായിരുന്നു. ഡയറക്ഷൻ സൂപ്പർ കേട്ടോ. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് മനോഹരം. ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. ലാലേട്ടന്റെ ഒരു എന്താ പറയാ, സൂപ്പർ, പറയാൻ വാക്കുകളില്ല. സൂപ്പർ, നല്ല ആക്ടിംഗ് ആയിരുന്നു. സൂപ്പർ, കുഴപ്പമില്ല. സൂപ്പർ 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 സൂപ്പർ, ഇന്റർനാഷണൽ ലെവൽ പടം. പടം അടിപൊളിയാണ്, നല്ല പടമുണ്ട്. ആ ക്ലാസും മാസും കൂടെ ഒത്തുചേർന്ന് നല്ല ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടി.